ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് നമ്മുടെ മുനീറയുടെ വീട്ടിലാണ്. സൈക്കോളജി PG എൻട്രൻസിൻ്റെ നമുക്കിപ്പോൾ CUET സ്കോർ കാർഡ് വന്നു. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മുടെ ടോപ്പ് സ്കോററാണ്. ഔട്ട് ഓഫ് 300 269 ആണ് മുനീറ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുനീറയുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു, എത്രത്തോളം നമ്മുടെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് വന്നിരിക്കുന്നത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു മുനീറ? സ്കോർ കണ്ടപ്പോൾ എന്താ തോന്നിയത്? പ്രെഡിക്റ്റഡ് ആയിരുന്നോ അതോ? സ്കോർ ഞാൻ ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ ആദ്യമേ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ CT എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ അയ്യോ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഈ ക്വസ്റ്റ്യൻ ഞാൻ മറന്നുപോയി, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തില്ല എന്നുള്ളത് ആക്ച്വലി മനക്കണക്കുണ്ടായിരുന്നു, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. ഇനി ഞാൻ അത് പറഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞാലോ എന്ന് പറഞ്ഞ് ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു. ആകെ എൻ്റെ സിസ്റ്ററിനോടും എൻ്റെ 2 ഫ്രണ്ട്സിനോടും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇത്രയും മാർക്ക് കിട്ടുമായിരിക്കും. ഞാൻ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിരുന്നു ഇത്രയും മാർക്ക് കിട്ടുമെന്നുള്ളത്. ഓക്കെ, പ്രെഡിക്റ്റഡ് ആയിരുന്നു. ഒരു ഷോക്കൊന്നും ആയില്ല വന്നപ്പോഴത്തേക്കില്ല. ഓക്കെ, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ജേർണി? ലൈക്ക് ഈ ലാസ്റ്റ് സെമസ്റ്റേഴ്സും അതിൻ്റെ കൂടെ തന്നെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം എനിക്കിതൊരു ഗ്യാപ്പ് ഇയർ ആയിരുന്നു. ഞാൻ 2024 പാസ് ഔട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വർഷം ഗ്യാപ്പ് എടുക്കാന്ന് പറയുമ്പോൾ എല്ലാവരും എന്നോട് എന്തിനാണ് ഗ്യാപ്പ് എടുത്തത്, ഒരു വർഷം പോയില്ലേ, ഇനി ഈ വർഷം ഗ്യാപ്പില്ലേ, അതുപോലെ ട്വിൻ സിസ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ അവൾ മുന്നോട്ട് പോകുന്നില്ലേ, ഞാൻ മാത്രം ബാക്കിലോട്ട് പോകുന്നില്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് CUET എഴുതണം, ടിസ്സിലെങ്കിലും കയറണം എന്ന് പറഞ്ഞുള്ള ടിസ്സിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഇപ്പോഴും എൻ്റെ ഫോണിലെ വാൾപേപ്പർ ടിസ്സിൻ്റെ ഫോട്ടോ തന്നെയാണ്. അപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള ലെവലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവസാനത്തെ സെമസ്റ്ററിൽ വന്ന ബാക്കി പിള്ളേരുടെ പോലെ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാനും അവസാന നിമിഷം തന്നെ പഠിച്ചു തുടങ്ങിയത്. ഒരു ഡിസംബറൊക്കെ ആയപ്പോഴാണ് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതിന് മുന്നേ ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിരിക്കും. നോട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ അധികം മോട്ടിവേഷനൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ചേച്ചി പറഞ്ഞ പോലെ ഒരു 400 പേജിൻ്റെ രജിസ്റ്റർ ബുക്ക് വാങ്ങി വെച്ചു. അപ്പോൾ അത് തീർക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ നോട്ട് എഴുതി പഠിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നോട്ട് എഴുതുന്നത്. പക്ഷെ അത് ഭയങ്കര ഫ്രൂട്ട്ഫുള്ളായി തോന്നി. കാരണം ഞാൻ എഴുതിയ നോട്ട് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തത്. അത്രയ്ക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ രജിസ്റ്റർ ബുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എഴുതി. ഒരു റെഗുലർ സൈസ് ക്ലാസ്മേറ്റ് നോട്ടും കംപ്ലീറ്റ് ചെയ്തു. അത് മൊത്തം ഞാൻ നോട്ട് നല്ല വൃത്തിക്ക് എഴുതി. ക്ലാസ്സൊക്കെ ആണെങ്കിൽ എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് മനസ്സിലാവുന്നുണ്ട്. പിന്നെ റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ എനിക്കത് വീണ്ടും ഇരുന്ന് കണ്ട് പതിയെ എനിക്ക് കോൺസെപ്റ്റ്സ് കുറച്ച് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ പയ്യെ ഇരുന്ന് നോക്കി എഴുതി. ChatGPT നോക്കി, ഗൂഗിൾ നോക്കി, സമ്മിറ്റമിൻ്റെ നോട്ട്സ് നോക്കി, ഇതൊക്കെ നോക്കിയാണ് ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇരുന്നത് തന്നെ. അപ്പോൾ ആ നോട്ട് വെച്ച് പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. എൻ്റെ ബേസ് ഭയങ്കര ഫ്രജൈലായിരുന്നു ആക്ച്വലി. എനിക്ക് CUET ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് ആദ്യം ഒരു വിശ്വാസമില്ല. ഞാൻ വിസ്മയിച്ച് വിളിച്ച് ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. എനിക്കിത് എന്നെ കൊണ്ട് താങ്ങിയാൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അവസാന നിമിഷമായാലും നീ സമയമുണ്ട്. അതപ്പോൾ നവംബറിലായിരുന്നു. ഞാൻ ബുക്ക് പോലും തുറക്കുന്നില്ല, ഫുള്ള് വീട്ടിലിരിപ്പായതുകൊണ്ട് തന്നെ ബുക്കൊന്നും തുറക്കുന്നില്ല, ഒരു പണിയും നടക്കുന്നില്ല എന്ന് പറഞ്ഞ അവസാനം ഞാൻ ലൈബ്രറി പോയി. ഞാൻ സ്റ്റേറ്റ് ലൈബ്രറി പോയിരുന്ന് ഈ വീഡിയോയും കണ്ട് നോട്ട് എഴുത്ത് തുടങ്ങി. അവിടെ എഴുതി നോട്ട് എടുത്ത് ഫസ്റ്റ് നോട്ട് മൊത്തം എഴുതി, എല്ലാ ക്ലാസ്സും കണ്ട് നോട്ട് മൊത്തം എഴുതി. ആ ബുക്ക് തീർത്ത് പോയോ ബുക്ക് തീർന്ന് ഞാൻ ആദ്യമായിട്ട് ഈ 400 പേജ് നോട്ട് എഴുതി എന്നൊക്കെ ഉള്ള ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ എഴുതിയ നോട്ടായതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനും കുറച്ച് ഇഷ്ടം തോന്നി. നോട്ട് എഴുതുമ്പം തന്നെ ഞാൻ റിയൽ ലൈഫ് എൻ്റെ ജീവിതത്തിലുള്ള ക്യാരക്ടേഴ്സ് വെച്ച് തന്നെ ഞാൻ ഓരോ എക്സാമ്പിൾ എഴുതി. ഇപ്പം തേഴ്സ്റ്റൻ്റെ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആണെങ്കിലും അതെല്ലാം ഓർമ്മ നിൽക്കാൻ വേണ്ടി ഇത് ഈ എബിലിറ്റി ഈ ആക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി പോയോണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഓർമ്മ നിൽക്കാൻ വലിയ പാടില്ലായിരുന്നു ആക്ച്വലി. പിന്നെ റിവിഷൻ അത് തന്നെ എഴുതിയ ബുക്ക് തന്നെ വേറെ പുതിയ നോട്ട്സ് റെഫർ ചെയ്യാനോ കൂടുതൽ ലെക്ചേഴ്സ് നോക്കാനൊന്നും നിന്നില്ല. ഈ എഴുതിയ നോട്ട് തന്നെ വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്തു നോക്കുക. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സബ്മിറ്റബിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കി. അല്ലാതെ ലൈബ്രറി പോയപ്പോഴും നെറ്റിൻ്റെ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു. അപ്പം വെറുതെ ഇരിക്കുന്നുണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കിയോണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അസേർഷൻ റീസണിങ് ആയിരുന്നു. ഭാഗ്യത്തിന് CUET ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു അസേർഷൻ റീസണിങ്. കാരണം എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അസേർഷൻ റീസണിങ്. ഇതാണെങ്കിൽ ബോത്ത് A and B ആണോ അതോ റീസൺ കറക്റ്റ് ആണോ എന്നൊന്നും എനിക്ക് ചില സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഇല്ലാത്തതുകൊണ്ട്
വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ മാത്സ് ഫോളോയിങ് ഒക്കെ ഞാൻ ഇങ്ങനെ എലിമിനേഷൻ മെത്തേഡ്, ഈ ആൻസർ ഇതാണ്, അപ്പം ബാക്കിയുള്ള ഇതല്ല, ഈ ഓപ്ഷൻ ഏത് ഈ ഓപ്ഷനിലുണ്ട്, അങ്ങനെ നോക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രാക്ടീസ് ആയപ്പോഴത്തേക്കും ആക്ച്വലി എക്സാം എഴുതാൻ പോയപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ആ സൈൻ ഇടാൻ വരെ കഴിഞ്ഞാൽ നല്ല ഇതിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ CVT എക്സാം. കാരണം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ മുന്നോട്ട് പോയി, ഞാൻ മാത്രം ബാക്കിലോട്ട് പോയി എന്നുള്ള ഒരു വിഷമം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടുകാർക്കും അറിയാം, ഞാൻ നല്ല രീതിയിൽ എനിക്ക് ആ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് മുന്നോട്ട് പോയപ്പം അത്യാവശ്യം നല്ല മാർക്കും കിട്ടി, വീട്ടുകാരെല്ലാം ഹാപ്പിയായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കഷ്ടപ്പെടുന്നതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വർഷം ഇരുന്ന് ബാക്കിലായി പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനും പേഴ്സണലി അത് ഒരു ടൈമിൽ, ജീവിതത്തിന്റെ ഒരു ടൈമിൽ അനുഭവിച്ചതാണ്. നമ്മുടെ കൂടെ പഠിച്ചവരെല്ലാം നേരെ പോവാ, നമ്മൾ തിരിച്ച് ബാക്കിലോട്ട് വരാന്നുള്ളത്. ഇതിൽ മുനീറ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ഈ ബുക്കിന്റെ ഇമ്പോർട്ടൻസ് അന്നേ ഞാൻ പറഞ്ഞു. ഇപ്പം നെറ്റിന്റെ സ്റ്റുഡൻസ് ആണെങ്കിലും പറയും, നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതും. ഇപ്പം നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കും, എന്നാലും അത് റെഫർ ചെയ്തിട്ട് നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ എഴുതും എന്നുള്ളത് പറയും. എനിക്ക് അത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് നോട്ട്സ് എഴുതിയത് അതാണ് യൂസ് ചെയ്തതെന്നാണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യേണ്ട. ഇനി ഫ്യൂച്ചറിൽ എഴുതാൻ പോകുന്ന കുട്ടികൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് തരും, നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ കേട്ട് നമ്മളൊരു എഫേർട്ട് ഉണ്ട് ആ നോട്ട്സ് എഴുതാനും അത് വായിക്കാനും ഒക്കെയുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടണം. അതിട്ടാലേ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടിസ്സാണ് മുന്നിൽ കണ്ടിരിക്കുന്നത്. അതെ, ടിസ്സാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ടിസ്സാണ്. പക്ഷെ എത്തിപ്പെടോ ഇല്ല എന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം എത്ര പേർക്ക് എന്നെക്കാളും മാർക്കുണ്ട് എന്നൊന്നും എനിക്കറിയണ്ട. എന്തായാലും ഇത് ഓൾ ഇന്ത്യ എക്സാം ആണ്. എന്നാലും 269 എന്ന് പറയുന്നത് നല്ലൊരു സ്കോർ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു സ്കോറാണ്. ഞാൻ അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി എന്നുള്ളത്. പക്ഷെ ടിസ്സിലോട്ട് എത്താൻ ഇനിയും കുറെ പടികളുണ്ട്. ഇന്റർവ്യൂസ് ഈ വർഷത്തോടെ നിർത്തി. കഴിഞ്ഞ വർഷം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഈ വർഷം ഇന്റർവ്യൂ ഇല്ലാത്തതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനൊന്നും അവർ ചെയ്യില്ലല്ലോ. അവർ ഡയറക്ട്ലി CVTയുടെ മാർക്സ് ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്നാലും ശുഭാപ്തി വിശ്വാസം, ഇത്രയും നല്ലൊരു സ്കോർ ഉള്ളതുകൊണ്ട് എന്തായാലും നല്ല ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ മുനീറയ്ക്ക് അഡ്മിഷൻ എന്തായാലും കിട്ടും. പിന്നെ നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽസ്, ബുക്സ് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ MCQs ഒക്കെ ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ MCQs ചെയ്തപ്പോഴത്തേനും എന്താ തോന്നിയത്? ലൈക്ക് അത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കോൺഫിഡൻറ്റ് ആവുകയാണോ ചെയ്തത്, അതോ അയ്യോ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കിലോട്ട് പോവുകയാണോ ചെയ്തത്? ക്വസ്റ്റ്യൻസ് MCQ ബുക്കിലിട്ടാണ് ഞാൻ ആദ്യം ചെയ്തു തുടങ്ങിയത്. മറ്റേ തുടക്ക സമയത്ത് ആ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഫസ്റ്റ് സമയം. അപ്പോൾ ആ സമയം ഭയങ്കര തീപ്പൊരിയായിരുന്നു. ഇത് പഠിക്കണം അത് പഠിക്കണം എന്ന് ഭയങ്കര, ആ തീ കെടാൻ വലിയ സമയമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ഇൻട്രൊഡക്ഷൻ സൈക്കോളജിയുടെ മുഴുവൻ ക്വസ്റ്റ്യനും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ മൊത്തം ഇങ്ങനെ ചെയ്ത്, ഇതറിയാം, ഈ കോൺസെപ്റ്റ് അറിഞ്ഞൂടെ, ഈ കോൺസെപ്റ്റ് അറിഞ്ഞു, അങ്ങനെ ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി. ഇതെനിക്ക് അറിഞ്ഞൂടെ എന്നുള്ളത് വേറൊരു ബുക്കിൽ എഴുതി വെക്കാൻ തുടങ്ങി. ഈ കോൺസെപ്റ്റ് ഇതാണ്, ഈ കോൺസെപ്റ്റ് ഇതാണ്. പിന്നെ അത് നോക്കാൻ തുടങ്ങി. പക്ഷെ ആ തീ പെട്ടെന്ന് അണഞ്ഞു, ആ ക്വസ്റ്റ്യൻസ് നോക്കി ഇരിക്കുന്നത്. പിന്നെ അവസാനം സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു PDF ഉണ്ടായിരുന്നല്ലോ ആപ്പിൻ്റെ അകത്ത്. ആ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം കോൺസെപ്റ്റ്സ് കുറച്ചും കൂടെ, എനിക്ക് അറിഞ്ഞുകൊടുത്ത കോൺസെപ്റ്റ്സ് കുറച്ചും കൂടെ മനസ്സിലാക്കാനും നല്ല രീതിയിൽ ഡെപ്തിൽ പഠിക്കാനും ഒക്കെ ആ PDF ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. കാരണം ആദ്യം ഞാൻ ചെയ്തു നോക്കും, അവസാനം ആദ്യമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പഠിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മുതൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണെന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഞാനൊരു പേപ്പർ എടുത്ത്, ഒരു ചാർട്ട് എടുത്ത് ഇതിൻ്റെ അകത്ത് എൻ്റെ മാർക്കും ടോട്ടൽ മാർക്കും എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി തുടങ്ങി. അപ്പോൾ എനിക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തു തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ മാർക്ക് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുന്ന ആൻസറൊക്കെ തെറ്റായിരുന്നു. അവസാനം നമുക്ക് ആൻസർ കീ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര തെറ്റായിരുന്നു. അതിനുശേഷമായപ്പോഴാണ് ഞാൻ മിസ്റ്റേക്സ് മനസ്സിലാക്കി തുടങ്ങിയത്. ഞാൻ ചാടിക്കയറി അതിലുള്ള കീ പോയിന്റ്സ് നോക്കാതെ ചാടിക്കയറി ആൻസർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പയ്യെ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒന്ന് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ആദ്യമൊക്കെ ഞാൻ 300 മാർക്കിനുള്ള അത്രയും 75 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 300-ൽ എനിക്ക് 260 കയറുന്നില്ലായിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും 260 കയറുന്നുണ്ട്. ഒരു 220, 230 ഇടയിലാണ് കയറുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ സിസ്റ്ററിനടുത്ത് പോയി കിടന്ന് കരയും, മുനീഫ എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇത് എടുത്താൽ പോകുമെന്ന് തോന്നുന്നില്ല. അപ്പോഴും ഞാൻ ഇതെങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് വീണ്ടും ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വീണ്ടും ചെയ്ത് നോക്കുമായിരുന്നു. അപ്പം വീണ്ടും ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് തെറ്റിയ ക്വസ്റ്റ്യൻ പിന്നെ തെറ്റുന്നില്ലായിരുന്നു. ആദ്യം 2 പ്രാവശ്യം തെറ്റി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ആയപ്പോഴത്തേക്കും എനിക്ക് ആ നാക്ക് മനസ്സിലായി. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേക്കും
ഭയങ്കര ഒരു ഡോപ്പമിൻ റഷാണ്. ഓ ഇത് കറക്റ്റായി ഇത്ര മാർക്ക് കിട്ടി, ഇത് ഞാൻ പൊളിക്കുന്നുള്ള രീതിയിൽ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ഫോറസ്റ്റ് ആപ്പൊക്കെ എടുത്ത് വെച്ച് ഇത് ഇത്ര മണിക്കൂറിൽ ഞാൻ ഇത് ചെയ്യും, അങ്ങനെ 75 ക്വസ്റ്റ്യൻസ് ഒക്കെ 1/2 മണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ ഞാൻ തീർത്തിട്ട് വീണ്ടും എടുത്ത് റീചെക്ക് ചെയ്യും. അങ്ങനെ റീചെക്ക് ചെയ്ത് എനിക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതാണ് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നത്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആക്ച്വലി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എത്ര തിയറി പഠിച്ചു അല്ലെങ്കിൽ അത് എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ അത് കുറേ കുട്ടികൾക്കൊക്കെ റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇവർ പഠിക്കും, ഒരുപാട് പഠിക്കും, പക്ഷേ ക്വസ്റ്റ്യൻസ് ചെയ്യില്ല, MCQs ചെയ്യില്ല, മോക്ക് ടെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു തെറ്റ് വരാൻ പാടില്ല. അതായത് ഇപ്പം മുനീറ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. എത്രത്തോളം ചോദ്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാണ് വേണ്ടത്. ഇനി എഴുതാൻ പോകുന്ന കുട്ടികളോട് ലൈക്ക് പല കാറ്റഗറി ആയിരിക്കും. ഇപ്പം മുനീറെ സംബന്ധിച്ചുള്ള മുനീറ 1 ഇയർ ബ്രേക്ക് എടുത്ത ആളാണ്. അപ്പോൾ സബ്ജക്റ്റിൽ നിന്ന് ഒന്ന് കുറച്ച് വിട്ട് നിന്നൊരു ടൈമാണ്. കുറേ കുട്ടികൾക്ക് കോൺഫിഡൻസ് ഇല്ല, ഞാൻ എഴുതിയാൽ കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് ബേസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി അത്ര നന്നായിട്ട് പഠിച്ചില്ല, എനിക്ക് മാർക്ക് കുറവാണ്, അതുകൊണ്ട് എനിക്ക് CUET കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എന്താ ശരിക്കും അവരോട് പറയാനുള്ളത്? എനിക്ക് ആക്ച്വലി ഡിഗ്രിക്ക് മാർക്ക് കുറവായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് വലുതായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു ഡിഗ്രി എന്ന് പറഞ്ഞാൽ. കാരണം കോവിഡിൽ ഒരു വലിയൊരു ട്രോമയിൽ നിന്ന് ഞാൻ കരകയറി വരുന്നതേ ഉണ്ടായിരുന്നു ഡിഗ്രിയിൽ. അപ്പോൾ ആ സമയം എനിക്ക് പഠിക്കണോ വേണ്ടേ, എന്നുള്ളിലെ പഠിപ്പിയൊക്കെ എവിടെയോ ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയായിരുന്നു. എനിക്ക് ഡിഗ്രിക്ക് വലിയ മാർക്കും ഇല്ലായിരുന്നു. ഞാൻ എക്സാം ഹാളിൽ പോയാൽ ആദ്യം ഇറങ്ങി വരുന്ന ഞാനാണ്. 1 മണിക്കൂർ തികച്ച് ഞാൻ ഇതുവരെയായിട്ട് ആ എക്സാം ഹാളിൽ ഇരുന്നിട്ടില്ല. അപ്പം എനിക്ക് വലിയ മാർക്കും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്രയും മാർക്കില്ല, ഞാൻ CUET എഴുതിയാൽ എനിക്ക് കിട്ടൂല എന്നുള്ളൊരു ലെവലായി. പിന്നെയാണ് ഞാൻ എൻ്റെ കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്ത് നോക്കാം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാതെ നമുക്ക് ഒന്നും കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കഴിവില്ലായ്മ ഞാൻ ഉറപ്പിക്കാം. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് എൻ്റെ എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് അത് ഇടാതെ കിട്ടിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു സുഖമില്ല. അത് ഇട്ടിട്ട് കിട്ടി എന്ന് പറയുമ്പോഴേ നമുക്കൊരു ഊർജ്ജം വരുന്നു. അതുകൊണ്ട് എഫേർട്ട് ഇട്ടാലേ നമുക്ക് എന്തായാലും കിട്ടുള്ളൂ. കുറച്ചൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള റൊട്ടീൻ കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമുക്ക് പഠിക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കുക. ഈ അവസാനത്തെ സെമിസ്റ്ററിലൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര റഷാണ്. ഈ പ്രോജക്റ്റ് വർക്കും അതുപോലെ സെമിനാർ എടുക്കാൻ പോകണം, അത് ഇതെന്ന് പറഞ്ഞ് കുറേ തിരക്കായിരിക്കും. അപ്പം 5th സെമ്മിലാണ് നമ്മൾ ആക്ച്വലി കോച്ചിങ് തുടങ്ങുന്നത്. അപ്പോൾ 5th സെമ്മിൽ നമുക്ക് വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല. 4th സെമസ്റ്റർ അവസാനം 5th സെം എന്ന് പറയുമ്പോഴത്തേക്കും വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഏകദേശം നമ്മുടെ ഒരു 90% സിലബസൊക്കെ ആ സമയം കവറാകും. അപ്പോൾ ആ സമയത്ത് തന്നെ ബാക്ക്ലോഗ് ഇല്ലാതെ കവർ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ആ ഒരു 6th സെമസ്റ്ററിൽ റഷിനിടയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യാനും റിവൈസ് ചെയ്യാനുള്ള സമയം നന്നായിട്ട് കിട്ടും. ശരിയാണ്. പക്ഷെ ഒന്നേ നിന്ന് പഠിക്കാനാണെങ്കിൽ അതിൻ്റെ അത്രയും ടൈം കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ലെവലിൽ പഠിച്ചു വന്നാൽ എന്തായാലും നമുക്ക് കിട്ടും. നമ്മൾ ഇടുന്ന എഫേർട്ടിന് എന്തായാലും നമുക്ക് തിരിച്ചതിൻ്റെ റിസൾട്ട് കിട്ടും. അതെ, നമ്മൾ എഫേർട്ട് ഇടണം, അതെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിലാണ് കാര്യം. ഇപ്പം നമ്മൾ ഈ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒരു സ്റ്റെപ്പെങ്കിലും എന്തെങ്കിലും ഒന്ന് എടുത്ത്, നിങ്ങളിപ്പം ഒരു സെൽഫ് പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങളുടെ മുനീറയുടെ ഈ ഒരു ജേർണി നിങ്ങൾക്കും ഒരു ഇൻസ്പിറേഷനായി എന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷം ഇത്രയും സ്കോർ ലഭിച്ചതിൽ. ഇനിയും വരുന്ന ഫ്യൂച്ചറിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോട്ടെ. എന്താ പ്ലാൻ എന്താ PGക്ക് ശേഷം? എനിക്ക് PGക്ക് ശേഷം MSci ഒക്കെ എടുത്ത് ഒരു ക്ലിനിക്കൊക്കെ ഇട്ട് ഇരിക്കണം, സെറ്റ് ആവണമെന്നാണ്. അപ്പോൾ ഇനിയും വളർന്നു വരുന്ന പടികൾ ഇനിയുണ്ട്. ഇനി വരുന്ന എല്ലാം എക്സാമാണ്. അതെ, ഇനി അടുത്ത എൻട്രൻസ് വരെയാണ്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴും തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം മുനീറയുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറട്ടെ. മുന്നോട്ട് വരുന്ന ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഇട്ടൊരു നല്ല സൈക്കോളജിസ്റ്റ് ആവാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.